You're watching. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കഥയായാലോ? ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് പാണ്ഡവരെ ശകുനിയുടെ കള്ളച്ചൂതുകളിൽ നിന്നും രക്ഷിച്ചില്ല? മഹാഭാരത കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഉദ്ധവർ. കുട്ടിക്കാലം മുതലേ തന്നെ ഉദ്ധവർ ശ്രീകൃഷ്ണനോടൊപ്പമാണ് വളർന്നത്. ശ്രീകൃഷ്ണന് വേണ്ടി തേരോടിച്ചും ശ്രീകൃഷ്ണനെ പല വിധത്തിലും സേവിച്ചുമാണ് ഉദ്ധവർ ജീവിച്ചത്. ഇക്കാലമൊന്നും ഉദ്ധവർ സ്വന്തമായൊരാഗ്രഹമോ വരമോ ശ്രീകൃഷ്ണനോട് ചോദിച്ചില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അനേകം സംവത്സരങ്ങൾ പിന്നിട്ട് ശ്രീകൃഷ്ണന്റെ അവതാര പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഉദ്ധവരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ഉദ്ധവ, എൻ്റെ ഈ അവതാര കാലത്ത് വളരെയധികം ആളുകൾ എന്നോട് പല വരങ്ങളും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അങ്ങാകട്ടെ ഈ ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കാം, ഞാനത് സസന്തോഷം സാധിച്ചു തരും. അങ്ങേക്ക് കൂടി ഒരു നല്ല കാര്യം ചെയ്തു തന്ന സംതൃപ്തിയോടെ ഞാൻ ഈ അവതാര നാടകം പൂർത്തിയാക്കട്ടെ. ഉദ്ധവർ ഇതുവരെ ഒന്നും ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീകൃഷ്ണന്റെ പ്രകൃതിയും പെരുമാറ്റവും അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം അത്രയും ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ശ്രീകൃഷ്ണനോട് ചോദിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഏതാഗ്രഹവും അറിയിക്കാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോഴും ഇതുതന്നെ അവസാന അവസരമായി കണ്ട ഉദ്ധവർ ശ്രീകൃഷ്ണനോട് ചോദിച്ചു: പ്രഭു, അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളെ ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കാൻ ഉദ്ബോധിച്ചു. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി അങ്ങ് പെരുമാറുന്ന മറ്റൊരു പ്രകാരമാണ് ജീവിച്ചത്. മഹാഭാരതം എന്ന മായാ നാടകത്തിൽ അങ്ങയുടെ പങ്കും അങ്ങയുടെ പ്രവൃത്തിയും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങയുടെ പലവിധ പ്രവൃത്തികളുടെയും കാരണം അറിയണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമോ? ഉദ്ധവരുടെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഉദ്ധവ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് ഞാൻ അർജുനന് നൽകിയ ഉപദേശങ്ങൾ ഭഗവത്ഗീത എന്നറിയപ്പെടും. അതുപോലെ ഇന്ന് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ ഞാൻ പറയുന്ന വരികൾ ഉദ്ധവഗീത എന്ന പേരിൽ ലോകമെങ്ങും അറിയപ്പെടും. ഈ കാരണം കൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ഈ അവസരം തരുന്നത്. യാതൊരു മടിയും കൂടാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളും. ശ്രീകൃഷ്ണന്റെ മറുപടി കേട്ട് ഉദ്ധവർ ഇപ്രകാരം തന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി: കൃഷ്ണ, ആരാണ് യഥാർത്ഥ സുഹൃത്ത്? മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: സഹായത്തിന് ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഉദ്ധവൻ: കൃഷ്ണ, അങ്ങ് പാണ്ഡവരുടെ അടുത്ത സുഹൃത്തായിരുന്നുവല്ലോ. അവർ അങ്ങേ തങ്ങളുടെ ബാന്ധവനായി, ആപത്തിൽ സഹായിക്കുന്നവനായി കരുതിയിരുന്നതാണല്ലോ. അങ്ങേക്കാണെങ്കിൽ എന്ത് സംഭവിക്കണതെന്നും ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയാൻ കഴിവുണ്ടല്ലോ. അവിടുന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയുമാണ്. ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് ഒരു യഥാർത്ഥ സുഹൃത്തിനെ പോലെ പ്രവർത്തിച്ചില്ല? എന്തുകൊണ്ട് അങ്ങ് ധർമ്മപുത്രരെ യുധിഷ്ഠിരന്റെ ചൂതുകളിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല? അത് പോട്ടെ, അങ്ങ് അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ ചൂതുകളിലെ പകിട യുധിഷ്ഠിരന് അനുകൂലമായി മറിക്കാമായിരുന്നു. അങ്ങനെ ധർമ്മം ജയിക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പാക്കാമായിരുന്നു. അങ്ങ് അതും ചെയ്തില്ല. അതും കഴിഞ്ഞ് ധർമ്മപുത്രൻ ചൂതിൽ പരാജയപ്പെട്ട് തന്റെ സമ്പത്തും രാജ്യവും തന്നെയും നഷ്ടപ്പെട്ടപ്പോഴെങ്കിലും അങ്ങേക്ക് ഈ ചൂതുകളി നിർത്താനായി ഇടപെടാമായിരുന്നു. അങ്ങനെ ഈ കളിയുടെ ആപത്തിൽ നിന്നും അങ്ങേക്ക് രക്ഷിക്കാമായിരുന്നു. ചൂതുകളി നടക്കുന്ന സഭയുടെ വെളിയിൽ കാത്തുനിന്ന അങ്ങേക്ക് ധർമ്മപുത്രൻ സ്വന്തം സഹോദരങ്ങളെ പണയം വെക്കാൻ തുടങ്ങുന്ന സമയത്തെങ്കിലും അകത്ത് പ്രവേശിച്ച അയാളെ തടയാമായിരുന്നു. അങ്ങ് അതും ചെയ്തില്ല. ഏറ്റവും അവസാനം നീചനായ ദുര്യോധനൻ ദ്രൗപദിയെ എല്ലായ്പ്പോഴും പാണ്ഡവർക്ക് ഭാഗ്യം മാത്രം സമ്മാനിച്ച ദ്രൗപദിയെ
വാതുവെച്ച് ജയിച്ചാൽ ഇതുവരെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് ധർമ്മപുത്രരെ പ്രലോഭിപ്പിച്ചപ്പോഴും അപ്പോഴെങ്കിലും അങ്ങയുടെ ദിവ്യശക്തി ഉപയോഗിച്ച പകിട ധർമ്മപുത്രർക്ക് അനുകൂലമായി മറിച്ചിടാമായിരുന്നു. അങ്ങ് അതും ചെയ്തില്ല. പകരം വീണ്ടും അങ്ങ് കാത്തിരുന്നു. ഒടുവിൽ രാജസഭയിൽ വെച്ച് ദ്രൗപദിയുടെ അഭിമാനം നശിച്ചു പോകുമെന്ന അവസാന ഘട്ടം വന്നപ്പോൾ ദ്രൗപദിക്ക് വസ്ത്രം നൽകി അവളുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന അവകാശം ഉന്നയിക്കാൻ മാത്രം അങ്ങ് ഇടപെട്ടു. അങ്ങേക്ക് എങ്ങനെ ദ്രൗപദിയുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടാനാകും? അവളെ ഒരു പുരുഷൻ രാജ്യസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അനേകം ആൾക്കാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീക്ക് എന്ത് അഭിമാനമാണ് ബാക്കിയുണ്ടാവുക? അങ്ങ് എന്താണ് സംരക്ഷിച്ചത്? അങ്ങ് ഒരാളെ ആപത്തിൽ നിന്നും സംരക്ഷിച്ചോളാം. അങ്ങേ ആപൽ ബാന്ധവൻ എന്ന് വിളിക്കുക. ആപത്തുണ്ടായപ്പോൾ അങ്ങയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇതാണോ അങ്ങയുടെ അനുശാസിക്കുന്ന ധർമ്മം? കഠിനമായ ചോദ്യങ്ങൾ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ ഉത്തമ ഭക്തരായ ഉദ്ധവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉദ്ധവരുടെ മനസ്സിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മഹാഭാരത കഥ അറിയുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഉദ്ധവർ ഈ ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിച്ചത്. ഉദ്ധവരുടെ ഈ ചോദ്യങ്ങൾ കേട്ട് ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിച്ചു. പ്രിയമുള്ള ഉദ്ധവ, വിവേകമുള്ളവർ, ബുദ്ധി കൊണ്ട് വിവേചനം നടത്താൻ കഴിവുള്ളവർ വിജയിക്കുമെന്നതാണ് ഈ ലോക നിയമം. ചൂതുകളിയുടെ കാര്യത്തിൽ ദുര്യോധനൻ വിവേകം കാണിച്ചപ്പോൾ ധർമ്മപുത്രൻ വിവേകമില്ലാതെ പെരുമാറി. അങ്ങനെ ധർമ്മപുത്രൻ ചൂതിൽ തോറ്റത്. ഉദ്ധവർ ശ്രീകൃഷ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ഉദ്ധവരുടെ ഭാവം കണ്ട ശ്രീകൃഷ്ണൻ ഇങ്ങനെ തുടർന്നു. ദുര്യോധന്റെ കയ്യിൽ വാതുവയ്ക്കാൻ വേണ്ടുവോളം ധനവും സ്വത്തുക്കളും ഉണ്ടായിരുന്നുവെങ്കിലും ചൂതുകളിൽ ദുര്യോധനൻ സമർത്ഥനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദുര്യോധൻ തൻ്റെ മാതുലനും ചൂതിൽ വിരുദ്ധനുമായ ശകുനിയെ കളിക്കാനിരുത്തുകയും വാതുവയ്ക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. സ്വന്തം കഴിവുകളും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക, ഇതാണ് വിവേകം. ഇപ്രകാരം തന്നെ യുധിഷ്ഠിരനും വിവേകപൂർവ്വം ചിന്തിക്കാമായിരുന്നു. അയാൾക്കു പകരം അയാളുടെ മച്ചുനനായ ഞാൻ ശകുനിയോട് ചൂത് കളിക്കുകയെന്ന് പറയാമായിരുന്നു. ഉദ്ധവ, ഞാനും ശകുനിയും നേരിട്ട് ചൂത് കളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു? ഞാൻ പറയുന്ന സംഖ്യകൾ ശകുനിയുടെ പകിടയിൽ തെളിയുമോ? അതോ ശകുനി പറയുന്ന സംഖ്യകളിൽ ഞാൻ ഉരുട്ടുന്ന പകിടയിൽ തെളിയുമോ? അതുപോട്ടെ, കള്ളനായ ശകുനിയോട് ചൂത് കളിക്കാൻ എന്നെ ഇരുത്തണമെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചതേയില്ല. കാരണം ഞാൻ ക്ഷമിക്കാം. എന്നാൽ വിവേകശൂന്യനായി തീർന്ന യുധിഷ്ഠിരൻ മറ്റൊരു തെറ്റും കൂടി ചെയ്തു. അയാൾ ഞാൻ ചൂതുകളി നടക്കുന്ന സഭയിൽ കടന്നു വരരുതേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അയാളുടെ ഭാഗ്യഹീനത കാരണമാണ് ചൂതുകളിയിൽ അടിക്കടി തോൽക്കുന്നതെന്ന് ഞാൻ അറിയരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. യുധിഷ്ഠിരൻ സ്വന്തം പ്രാർത്ഥന കൊണ്ട് എന്നെ ആ സഭയുടെ കവാടത്തിന്റെ വെളിയിൽ കെട്ടിയിട്ടു. അത് കാരണം സഭയ്ക്കുള്ളിൽ കടക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആരെങ്കിലും ഒരാൾ എന്നെ സഭയ്ക്കുള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. രാജസഭാ കവാടത്തിന് പുറത്തും ഞാൻ കാത്തുനിന്നു. ഭീമനും അർജുനനും നകുലനും സഹദേവനും എന്നെ പറ്റി മറന്നു. പകരം അവർ ദുര്യോധനെ ശപിക്കുകയും സ്വന്തം ദൗർഭാഗ്യത്തെ പഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പാണ്ഡവർ കളിയിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ശേഷം ദുര്യോധന്റെ ആജ്ഞ അനുസരിച്ച് ദുശാസനൻ ദ്രൗപദിയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചപ്പോൾ പോലും അവർ എന്നെ വിളിച്ചില്ല. ദുശാസന്റെ പ്രവൃത്തിയുടെ ന്യായങ്ങൾ സഭയിലുള്ളവരോട് സ്വയം വാദിച്ച് ജയിക്കാനാണ് അവൾ ശ്രമിച്ചത്. അപ്പോഴും അവൾ എന്നെ വിളിച്ചതേയില്ല. അവസാനം ദുശാസനൻ അവളെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾക്ക് ബുദ്ധി ഉദിച്ചത്. അവൾ സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസം ഉപേക്ഷിച്ച് കൃഷ്ണ കൃഷ്ണ അഭയം തരണേ എന്ന് ഉറക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. അതുവരെ സഭയിൽ കടക്കരുത് എന്ന പ്രാർത്ഥനയാൽ തളച്ചു കിടക്കപ്പെട്ടിരുന്ന എനിക്ക് അപ്പോഴേ സഭയിൽ പ്രവേശിക്കാനും ദ്രൗപദിയുടെ അഭിമാനം രക്ഷിക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ. എന്നെ വിളിച്ച ഉടനെ ഞാൻ സഭയിലെത്തി ദ്രൗപദിയുടെ അഭിമാനം സംരക്ഷിച്ചു.
ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കൃഷ്ണൻ ഈ ചോദ്യത്തിന് തൻ്റെ മറുപടി അവസാനിപ്പിച്ചു. നല്ല വിശദീകരണം കാണാം. എനിക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലായി. എങ്കിലും എൻ്റെ സംശയങ്ങൾ പൂർണ്ണമായും തീർന്നില്ല. ഞാൻ മറ്റൊന്നു കൂടി ചോദിക്കട്ടെ? ഉദ്ധവർ ചോദിച്ചു. ആവട്ടെ എന്ന് കൃഷ്ണൻ സമ്മതവും നൽകി. ഇപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങയെ വിളിച്ചാൽ അത്രമേ അങ്ങ് വരികയുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം? ആപത്തിൽ പെടുന്നവരെ രക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമായി വിളിക്കാതെ തന്നെ അങ്ങ് വരികയില്ലേ? ഉദ്ധവർ ചോദിച്ചു. ശ്രീകൃഷ്ണൻ പുഞ്ചരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഉദ്ധവ, ഈ ലോകത്തിൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഓരോരുത്തരുടെയും കർമ്മം ഞാനല്ല നിശ്ചയിക്കുന്നത്. ഒരാളുടെയും കർമ്മത്തിൽ ഞാൻ ഇടപെടാറുമില്ല. ഞാൻ വെറും സാക്ഷി മാത്രം. ഞാൻ നിന്നോടൊപ്പം അടുത്തു നിന്നുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുവോ അവയൊക്കെ നിരീക്ഷിക്കുന്നു. അതാണ് എൻ്റെ ധർമ്മം. ഇത് കേട്ട് ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു. ശരി കൃഷ്ണ, കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ പാപകർമ്മങ്ങളും നിരീക്ഷിക്കുന്നു. ഞങ്ങൾ കൂടുതൽ പാപങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കൂടുതൽ തിന്മകൾ ചെയ്യിപ്പിച്ച് ഞങ്ങളെ കൂടുതൽ പാപഭാരമേറ്റി കഷ്ടത അനുഭവിച്ചിട്ട് എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇത് കേട്ട കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. ഉദ്ധവ, അങ്ങയുടെ വാക്കുകൾ അടങ്ങിയിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കൂ. ഞാൻ എപ്പോഴും സർവവും സാക്ഷിയായി തൻ്റെ കൂടെ ഉണ്ടെന്ന് ഓരോ നിമിഷവും അറിയുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളിന് എങ്ങനെ തെറ്റുകളോ തിന്മകളോ ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ള ഒരാളിനെ ഒരിക്കലും അധർമ്മം ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ പലരും ഈ പരമാർത്ഥം മറക്കുകയും എൻ്റെ അറിവില്ലാതെ അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള വിവേകശൂന്യതയും തെറ്റുകളും തിന്മയും സംഭവിക്കുന്നത്. ഞാൻ അറിയാതെ ചൂത് കളിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് യുധിഷ്ഠിരൻ്റെ ബുദ്ധിശൂന്യത. ഞാൻ എല്ലാവരോടൊപ്പം സാക്ഷിയായി എപ്പോഴും ഉണ്ടാവുമെന്ന് ധർമ്മപുത്രൻ അറിഞ്ഞിരുന്നെങ്കിൽ ചൂതുകളിയുടെ ഫലം വേറൊന്നാവുമായിരുന്നില്ലേ? കൃഷ്ണന്റെ മാസ്മരികമായ ഈ വിശദീകരണം കേട്ടു വാക്കുകൾ കിട്ടാതെ ഭക്തിയിൽ മുഴുകി ഉദ്ധവർ നിന്നുപോയി. അവസാനം ഉദ്ധവർ പറഞ്ഞു. കേശവ, എന്തൊരു ആഴമുള്ള തത്വം, എന്തൊരു വലിയ സത്യം! പൂജ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും സഹായത്തിനായി ഈശ്വരനെ വിളിക്കുന്നതും എല്ലാം നമ്മുടെ വിശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അറിവോടെ അല്ലാതെ ഒരു തലനാരിഴ പോലും നീങ്ങുകയില്ല എന്ന് നമ്മൾ പരിപൂർണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം എന്തെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇത് മറന്നിട്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഈ സന്ദേശം തന്നെയാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെയും അർജുനന് പകർന്നു കൊടുത്തത്. കുരുക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉപദേഷ്ടാവും തേരാളിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും അർജുനന് വേണ്ടി യുദ്ധത്തിൽ ആയുധമേറ്റിയില്ല. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് പരമമായ ആ ശക്തി അല്ലെങ്കിൽ ആ സർവം സാക്ഷി നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്നതാണ്. നമ്മൾ നമ്മുടെ അഹംബോധം വിടഞ്ഞ് ആ പരമബോധ്യത്തിൽ ലയിച്ചാൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ പരമമായ സ്വത്വം തിരിച്ചറിയുക. ആ കറയില്ലാത്ത സ്നേഹവും ആ പരമമായ ആനന്ദവും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടെന്നറിയുക. നമ്മൾ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഹരി ഓം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കഥ എൻ്റെ ചാനലിൽ പറയുന്നത്. ഇതിൽ ഞാനൊരു ഫേസ്ബുക്കിലെ പേജിൽ ഇത് കണ്ട് വായിച്ചപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന്, എൻ്റെ ശബ്ദത്തിലൂടെ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇതിഷ്ടമായാൽ ഉറപ്പായിട്ടും എഴുതുമല്ലോ ഒരു വാക്ക് കമൻറ്റിലൂടെ. നന്നായി എന്നൊരു വാക്ക്. നന്നായില്ലെങ്കിൽ അതിന് അഭിപ്രായം പറയാം. തെറ്റുകളുണ്ടാവും. ഒറ്റ പ്രാവശ്യം വായിച്ച് പറയുന്ന വാക്കുകളാണ്. തെറ്റുകൾ ക്ഷമിക്കുക. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ പറയുവാൻ എനിക്ക് പ്രചോദനം നൽകും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കുക. സ്നേഹത്തോടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ധന്യ അൺസ്ക്രിപ്റ്റഡ് എന്ന ഈ ചാനലിൽ ആദ്യമായി ഞാൻ ഒരു കുഞ്ഞു കഥ അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈശ്വരനെ ആലോചിച്ച് ചെയ്യുക. എപ്പോഴും നല്ലത് മാത്രം ചെയ്യുക.
എല്ലാം കാണാനും കേൾക്കാനും നമ്മുടെ കൂടെ നമ്മുടെ ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത എല്ലാവരും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇതൊരു നല്ല ദിവസമായിട്ടിരിക്കട്ടെ. ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും മറ്റുള്ളവരിലേക്കും കൂടി എൻ്റെ ഈ കുഞ്ഞു കഥ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ ധന്യ.